ഇന്നത്തെ നമ്മുടെ വീഡിയോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇടിയപ്പം റെസിപ്പിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പഠിച്ചു വരുന്ന ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇടിയപ്പം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ രണ്ട് റെസിപ്പീസും കൂടെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോ കുറച്ച് വലുതാണ്, എന്നാലും നല്ല സൂപ്പർ റെസിപ്പീസാണ്. അപ്പോൾ കണ്ടു നോക്കാം. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഡബിൾ ഹൗസിൻ്റെ ഈസി ഇടിയപ്പം പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ച് കൈ കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. എളുപ്പത്തിൽ നല്ല പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ പൊടിയാണ് കേട്ടോ. പച്ചവെള്ളം കൊണ്ട് കുഴച്ചാൽ ഇത് സോഫ്റ്റ് ആവുമോ ഇല്ലെന്നുള്ള ഡൗട്ടൊന്നും വേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെ കിട്ടും. അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് 2 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് വെള്ളത്തിൽ കലക്കണമെങ്കിൽ അങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാ പച്ചവെള്ളം തന്നെ ഒഴിച്ച് കുഴച്ചെടുക്കുക. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് ആ ഒരു പൊടിയുടെ പാക്കറ്റിൻ്റെ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു കപ്പിന് ഏകദേശം ഒരു 1.5 കപ്പ് അളവിൽ, ഏകദേശം എന്ന് പറയുമ്പോൾ അടുത്തൊരു 1.5 കപ്പിൻ്റെ അടുത്ത് തന്നെ വേണം ഒരു കപ്പിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 2 കപ്പ് പൊടിയിലേക്ക് ഒരു 3 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് ഒഴിക്കുന്നത്. പക്ഷേ ഒന്നിച്ച് ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.5 കപ്പിൻ്റെ ഉള്ളിൽ തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ. ആ ഒരു കുഴച്ചെടുക്കുമ്പോൾ എത്രത്തോളം സോഫ്റ്റ് ആവുന്നോ അതിനനുസരിച്ച് നമ്മൾ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് കയ്യിലൊരു ഇത്തിരി വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഒന്ന് തടവിയിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതുപോലെ സോഫ്റ്റ് ആണെങ്കിലാണ് നമുക്കത് ഇടിയപ്പം നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. മുറുക്കം കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടേക്കും. അപ്പോൾ ഇത്തിരി ലൂസ് ഉണ്ടായിക്കോട്ടെ. ഇനിയിപ്പോൾ ഇത് സേവനാഴിലിട്ട് ചുറ്റിച്ചെടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മാത്രം മതി. ആദ്യം ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ചൊരു ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഞാൻ ഈ ഭാഗത്തൊക്കെ കുറച്ചൊരു ഓയിലായി കൊടുക്കലുണ്ട്, കാരണം നമുക്ക് പ്രസ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് അങ്ങ് വന്നോളും. ഇനിയിപ്പം പാകത്തിനുള്ള മാവ് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് നിറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇടിയപ്പം ചുറ്റിച്ചെടുക്കാനുള്ള പാത്രത്തിൽ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ ഇത്തിരി ഓയിൽ ബ്രഷ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. കണ്ടോ, നല്ല ഈസി ആയിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ പ്രഷർ കൊടുത്ത് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചവെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല. വെള്ളം കുറവാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മാത്രം കുഴച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചുറ്റിച്ചെടുക്കാം. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു 5 മുതൽ 6 മിനിറ്റ് വരെയാണ് സമയം ആ ഒരു പാക്കറ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ ഒരു 6 മിനിറ്റ് കൊണ്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് തുറന്ന് നോക്കുക. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഇടിയപ്പമൊക്കെ പാകത്തിന് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള ഈ ഒരു ഇടിയപ്പം നമുക്ക് വേറൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ ഇതാ ഈസി ആയിട്ട് ഇങ്ങനെ കൊട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ, നമ്മൾ ഓയിലൊക്കെ ഇത്തിരി ബ്രഷ് ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഈസി ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുറ്റിച്ച് റെഡിയാക്കി എടുത്താൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ മുറിച്ചിട്ട് വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ ഇതിവിടെ കഴിക്കുന്നത് നമ്മുടെ തേങ്ങാപ്പാലും പഴവും കൂടെ കൂട്ടിയിട്ടുള്ളൊരു മിക്സ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അതോടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് സംഭവം ഒന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 1-2 ചെറിയ നല്ല ചെറുപഴം പഴുത്തത് എടുക്കുക. അതിലേക്ക് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഇത്തിരി ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുക. മിക്സാക്കി എടുക്കുക. ഇതുപോലെ അത്രയേ ഉള്ളൂ. ഇടിയപ്പം നമ്മൾ സാധാരണ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കലുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി പഴം കൂടെ മിക്സാക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടോ, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും. ഈ ഒരു പാലും പഴവും കൂടെ കൂട്ടിക്കുഴച്ചതും കഴിക്കുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കറിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. കറി കൂട്ടി കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു റെസിപ്പി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഇടിയപ്പം വെച്ചിട്ട് തന്നെ ഒരു നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കി 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. അതിലേക്കൊരു 1.5 സവാളയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് അളവിലേ കാണിക്കുന്നുള്ളൂ. ഒരു സവാള അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ ഇടിയപ്പം ഇതിലിട്ട് മിക്സ് ആക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിലെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചിട്ടുള്ള പേസ്റ്റാണ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് പോലെ തന്നെ നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുക. ഉള്ളി അത്യാവശ്യമൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളിയുടെ ഒരു പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മസാല കൂടുതൽ വേണമെങ്കിൽ അളവിൽ മാറ്റം വരുത്തണേ.
എന്നിട്ട് തക്കാളിയും കൂടെ നല്ലോണം അങ്ങ് വഴന്ന് ഒന്ന് ഉടഞ്ഞ് വന്നോട്ടെ. എല്ലാം കൂടെ ഇതുപോലെ നല്ലോണം മിക്സായി വരുന്ന സമയത്ത് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണിൻ്റെ അടുത്ത് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ മുൻപത്തെ ബിരിയാണിയിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ബിരിയാണി മസാല ഉണ്ടല്ലോ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി മസാലയാണ് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ. ഇത്ര മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ, വേറെ മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ ആ ഒരു ബിരിയാണി മസാല ഉണ്ടെങ്കിൽ തന്നെ ശരിക്കുള്ള ബിരിയാണീൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി നോക്കിയിട്ട് മാറ്റം വരുത്താട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചതും 2 ടേബിൾ സ്പൂൺ പുതിനയില ചെറുതായി മുറിച്ചതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കണം. ഇതിലേക്കൊരു 150 ഗ്രാം എല്ലില്ലാത്ത ചിക്കന് കുറച്ച് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര്, അതുപോലെ തന്നെ നമ്മൾ കോൺഫ്ലവർ ഒക്കെ കൂടെ ചേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് മിക്സ് ആക്കി എടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇടിയപ്പം ഉണ്ടല്ലോ, ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടാകുന്ന സമയത്തൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ട് അതിങ്ങനെ പിച്ച് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 4-5 അല്ലെങ്കിൽ 5-6 എണ്ണൊക്കെ ഇട്ട് കൊടുക്കുക, അതായത് ആ ഒരു മസാലയ്ക്ക് കണക്കാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇതുകൂടെ ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ആ ചൂടായിട്ട് മിക്സ് ആവുന്ന സമയത്ത് ഇങ്ങനെ ഇടിയപ്പം ഇങ്ങനെ വിട്ട് നല്ല കറക്റ്റായിട്ട് കുറച്ച് നമ്മൾ ചോറ് പോലെയൊക്കെ വന്നോളും. മൊത്തത്തിൽ ഇതുപോലെ നല്ലോണം മിക്സായി ചൂടായി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഇത്തിരി മല്ലിയിലയും പുതിനയിലൊക്കെ മേലെ കൂടി ഇട്ടിട്ട് നമുക്ക് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ, മുന്തിരി, ഉള്ളി വറുത്തതൊക്കെ ഇടാട്ടോ. ഞാനിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. ബാക്കി വരുന്ന ഇടിയപ്പമൊക്കെ ശരിക്കും ഇതുപോലെ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മളാ ഒരു ബിരിയാണി മസാലയും കാര്യമൊക്കെ ശരിക്കും ഒരു ബിരിയാണി കഴിക്കുന്ന ഫീൽ തന്നെ കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും. സാധാരണ നമ്മൾ ഇടിയപ്പം എപ്പോഴും കറി കൂട്ടിയിട്ടാണ് കൂടുതലും കഴിക്കാറുള്ളത്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയതൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഡിന്നർ സമയത്തൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ബിരിയാണി റെസിപ്പി തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കൊരു ഇടിയപ്പം ഫ്രൈഡ് റൈസും കൂടി ഒന്ന് കണ്ടുവയ്ക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 50 ഗ്രാം ചിക്കന്, എല്ലില്ലാത്ത ചിക്കൻ വളരെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ ആക്കിയെടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ വെറുതെ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചിട്ട് പിച്ചെടുത്തെടുത്താലും മതി, കുഴപ്പമില്ല. ചിക്കൻ അത്യാവശ്യം ഒന്ന് വേവായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1-2 പച്ചമുളക് ചെറുതായി മുറിച്ചതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ചിക്കൻ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നോട്ടെ. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ചിക്കൻ അത്യാവശ്യമൊക്കെ ഒന്ന് വേവായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സവാള, 3-4 ബീൻസ് ചെറുതായിട്ട് മുറിച്ചെടുത്തത്, പിന്നെ കുറച്ച് ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ടുണ്ട്, ഒരു 2-3 ടേബിൾ സ്പൂണ്. ഫ്രോസൺ ക്രീം പീസ് കയ്യിലുണ്ടെങ്കിൽ അതും ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വേവിച്ചെടുക്കുക. തീ കൂട്ടി വെച്ച് നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിന് ചെയ്യുന്ന പോലെ തന്നെ വെജിറ്റബിൾസിന് ഒരുപാട് വെന്തോടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ക്യാരറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് വേവായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കൊരു കോഴിമുട്ട കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട ഒന്നങ്ങ് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി നമ്മൾ കുത്തി വറുത്തെടുക്കില്ല, അതുപോലെ മിക്സാക്കിയിട്ട് ഇതുകൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സോസുകളൂടെ ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കേട്ടോ, നമുക്ക് ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. കുറച്ച് ചില്ലി സോസ്, കുറച്ച് സോയ സോസ്, ഒരു നുള്ളു പഞ്ചസാര, കുറച്ച് വിനാഗിരി കൂടെ ചേർത്തിട്ട് ഒരു തുള്ളി മതി കേട്ടോ, അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇടിയപ്പം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒരു 4-5 ഒക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക, നേരത്തെ പോലെ തന്നെ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഒരു ഇത്തിരി സോയ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുത്താൽ മാത്രം മതി. ചൂട് തട്ടുന്ന സമയത്ത് അതിങ്ങനെ വിട്ട് വന്നോളൂ ഇടിയപ്പം. എല്ലാം കൂടെ നന്നായിട്ട് ചൂടായി യോജിച്ച് മിക്സായി വരുന്ന സമയത്ത് ലാസ്റ്റ് ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ ഗ്രീന് 1-2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസും റെഡിയായി. ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ചൂടോടുകൂടെ കഴിക്കുന്ന സമയത്ത് ശരിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ബിരിയാണിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഒരേ രീതിയിൽ കഴിക്കാതെ വല്ലപ്പോഴൊക്കെ നമുക്ക് ഡിന്നർ സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഈസി ഇടിയപ്പം പൊടി വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചെയ്തു നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇടിയപ്പം പൊടി നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ഒരു പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഇഷ്ടമാവും. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ട്. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്